ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ടാറ്റ നാനോയുടെ ടയർ ചേഞ്ചിങ്ങിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആണ്. ബാക്ക് സൈഡ് ടയറാണ് ഓൾറെഡി പോയിട്ടുള്ളത്. ഇത് 2019 മാനുഫാക്ചറിങ് വരുന്ന ജാക്ക എന്ന ബ്രാൻഡിൻ്റെ ഒരു ടയറാണത്. ജാക്കയുടെ ടയറാണ് ഇത്. ഇപ്പോൾ റണ്ണിങ്ങിൽ ഈ ഒരു കണ്ടീഷനിലാണ് ടയർ ആയത്. മേലുള്ള ലെയർ ഒന്നായിട്ട് പൊട്ടി ഈ ഒരു കണ്ടീഷനിലാണ് വന്നത്. ഇത് കാലപ്പഴക്കം കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ടയർ ബെൻഡായത് കൊണ്ടോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ബാക്കത്തെ ടയർ ഒന്ന് ഈ ഒരു കണ്ടീഷനിലായതുകൊണ്ട് നമ്മൾ ബാക്കിലുള്ള 2 ടയറും റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് 2019 മാനുഫാക്ചറിങ് വന്നത് ടയർ. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ടയർ നമ്മളെ ഓൾഡ് മോഡൽ മാരുതി 800 യൂസ് ചെയ്യുന്ന ഒരു ടയറാണ്. നമ്മളിവിടെ ഇതിന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടാറ്റ നാനോയുടെ റിയർ ടയറിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ 155/65 ആണ് വരുന്നത്. പിന്നെ നമ്മളെ 800 145/70 ആണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ചെറിയൊരു വിഡ്ത്തിൽ ചെറിയൊരു ഡിഫറൻറ്റ് വരും. അത് വലിയൊരു ഇഷ്യൂ ഇല്ല അത്. അപ്പോൾ നമ്മളിവിടെ ഇടാൻ പോകുന്നത് പിന്നെ ഗുഡിയറിൻ്റെ ടയറാണ്. 145/70 നമ്മളെ 12 എന്ന സൈസാണ് നമ്മളെ ഗുഡിയറിൻ്റെ ടയറാണ് ഇവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് അത്യാവശ്യം ഗ്രിപ്പ് കട്ടൊക്കെ ഉള്ളൊരു ടയർ തന്നെയാണ് ഗുഡിയറിൻ്റെ ടയർ. അപ്പോൾ നമുക്ക് അതിൻ്റെ അത് നമ്മൾ ഓൾഡ് ടയർ റിമൂവ് ചെയ്യാണ്. ഇത് സ്റ്റെപ്പിനുണ്ടായിരുന്ന ടയറാണ്. ഇത് വിത്ത് ട്യൂബാണ് വരുന്നത്. ഇത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ട്യൂബ്ലെസ് ടയർ ഇതിൽ കയറ്റാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഓൾഡ് പിന്നെ ടയർ, അതായത് ടാറ്റ നാനോയുടെ ഒറിജിനൽ റിയർ ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 155/65 ആണ് വരുന്നത്. നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യാൻ പോകുന്ന 145/70 ആണ്. ഓക്കെ, വിഡ്ത്തിൽ ചെറിയൊരു ഡിഫറൻറ്റ് വരും. കൂടുതലും വണ്ടികൾ കാലപ്പഴക്കം കൊണ്ടാണ് ടയർ ഇങ്ങനെ ഈ പൊട്ടിപ്പൊളിഞ്ഞ് പോരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ ടയർ ബെൻഡാവുന്നൊരു സിറ്റുവേഷൻ പൊതുവെ JK ആൻഡ് MRF ടയറിനുള്ള ഈ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗുഡിയറിൻ്റെ ടയറാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതുപോലെ നമ്മൾ ടയർ ചേഞ്ച് ചെയ്യുമ്പം അതിൻ്റെ നെക്ക് പിന്നെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 2 ടയറിനും നെക്ക് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതാ നെക്ക് റീപ്ലേസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ടയർ ഫിറ്റിംഗ് ആണ്. നമ്മളിത് സൈസ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം നമുക്കത് നമ്മളെ ടാറ്റ നാനോയുടെ ഫ്രണ്ട് സൈസ് വേറെ റിയർ സൈസ് വേറെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 145/70 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടൈം ഇനി ഫ്രണ്ട് ടയർ ചേഞ്ച് ചെയ്യുമ്പോൾ സെയിം സൈസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 4 സൈസും ഒരേ സൈസിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മുടെ ഒരു ടയർ പിന്നെ ഏകദേശം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ടയർ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നമ്മുടെ ഡാമേജ് വന്ന ടയർ. ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്.
ഇതിൻ്റെ നെക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ടയർ റീപ്ലേസ് ചെയ്യുമ്പം ബാലൻസിങ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ 2 ടയറും ഇത് ബാലൻസിങ് ചെയ്യുന്നുണ്ട്. ഇത് ബാലൻസിങ് ചെയ്യുന്നൊരു മെത്തേഡിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ടയർ ബാലൻസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ടയറും ഇതേപോലെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ 2 ടയറിൻ്റെയും ബാലൻസിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫിക്സിങ്ങിലേക്കാണ്. ടയർ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് രണ്ടും ഒന്ന് ഓൾറെഡി ട്യൂബ് വിത്ത് ട്യൂബായിരുന്നു, അത് നമ്മൾ ട്യൂബ്ലെസ്സിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ 2 ടയറും ഇവിടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യാനുണ്ട്. അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി നേരെ ചേഞ്ച് ചെയ്യണം. അലൈൻമെൻറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്